നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടാണ്. പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ. സത്യത്തിൽ ഒരു ഹിന്ദുവായിട്ടുള്ള ഞാൻ അത് കേട്ട് ഒരാളുടെ ക്രിയേറ്റിവിറ്റിയെ സത്യം പറഞ്ഞാൽ ഞെട്ടലോടുകൂടിയാണത് കണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പാരഡി ഗാനം എഴുതുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ശരിയല്ലേ? പണ്ട് നമ്മുടെ വി ഡി രായപ്പനും നാദൃശ്യമൊക്കെ ഇത് തന്നെ എഴുതി ജീവിച്ച അബിയൊക്കെ ഇങ്ങനെ ഒരുപാട് സിനിമാ പാട്ടുകളും ഭക്തിഗാനങ്ങളും ഒക്കെ കോമഡി പാട്ടുകളായിട്ട് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ. അതുപോലെ കരുണാകരൻ്റെ ഭരണകാലത്താണെന്ന് തോന്നുന്നു മന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കലാഭവൻ മണിയും നാദൃശ്യമൊക്കെ കൂടെ അവതരിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഒരുപാട്. അതുപോലെ തന്നെ ഈ ചാക്യാർകൂത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു ആക്ഷേപഹാസ്യമാണ്. അതിനകത്ത് എത്രയോ ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ്, അതായത് രാഷ്ട്രീയമായാലും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിനകത്തൊക്കെ ചർച്ച ചെയ്യുന്നതും ഹാസ്യമാക്കുന്നതുമൊക്കെ. അപ്പോൾ അതിന് എന്തിനാണ് ഇത്ര ഒരു വിഷമം ചേട്ടന് തോന്നുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സ്വർണം കട്ടുകൊണ്ട് പോയ സമയത്ത് അദ്ദേഹം എന്തെങ്കിലും കേസ് കൊടുത്തതായിട്ട് എനിക്കറിവില്ല. പക്ഷേ അതിനേക്കാട്ടിലും വലിയൊരു സങ്കടം പിടിച്ച കാര്യമൊന്നും അല്ല അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഈ ഇങ്ങനൊരു പാട്ടുണ്ടാക്കിയെന്ന് പറയുന്നത്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണ്. പുള്ളി ഇതൊന്നും കാണാതെ വളർന്ന മനുഷ്യനൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഇങ്ങനെയുള്ള പാടി ഗാനങ്ങൾ ഭക്തിഗാനം ഒക്കെ വെച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനകത്തൊന്നും നമുക്കാർക്കും ഒരു പ്രശ്നം ഇന്നേ വരെ തോന്നിയിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ കഴിവ്, അതൊരു കഴിവെന്നേ പറയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് പെട്ടെന്ന് ഒരു പാടി ഗാനം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന ഒരു കഴിവ് തന്നെയാണ്. നമ്മൾ ബിഗ് ബോസിനകത്ത് അക്ബറിനെ എപ്പോഴും ആൾക്കാർ പുകഴ്ത്തിക്കൊണ്ടിരുന്ന ഈ പാരഡി ഗാനം ഉണ്ടാക്കാനുള്ള അയാളുടെ കഴിവിനെ കണ്ടിട്ടാണ് അല്ലേ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ പാട്ട് വെച്ച് അദ്ദേഹം ഇങ്ങനെ പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ ആസ്വദിക്കാൻ ഇവിടെ ആളുണ്ട്. അത് ആസ്വദിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. സത്യത്തിൽ ഇങ്ങനൊരു കേസ് അദ്ദേഹം കൊടുത്തത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അദ്ദേഹം മാത്രമേ ഉള്ളൂ. വേറെ ഈ കാലത്തിലുള്ള ഒരു മലയാളിക്കോ അല്ലെങ്കിൽ പത്തനംതിട്ട ജീവിക്കുന്ന ഒരാൾക്കും പോലും അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊക്കെ അത് വളരെ സന്തോഷത്തോടു കൂടി, കാരണം അത് ഇലക്ഷനെ ബാധിച്ചിരിക്കാം. അത് പക്ഷേ അതൊക്കെ എല്ലാ കാലത്തും എല്ലാ ഇലക്ഷനിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് ആ രീതിയിൽ എടുത്താൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമ്മൾ ഈ കേൾക്കുന്നതെല്ലാം നമ്മൾ കേസ് കൊടുക്കാൻ പോയാൽ അതിനെ നമുക്ക് നേരം കാണുള്ളൂ എനിക്ക് തോന്നുന്നത്. ഒരു വശത്ത് ദിലീപ് പോകുന്നു, ഒരു വശത്ത് സ്വർണ്ണക്കൊള്ള പോകുന്നു. ഇതൊക്കെ അതൊന്നിലൊന്നുമല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം എന്നുള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്നാലും ഞാൻ വീഡിയോ ചെയ്യുന്ന സ്ഥിതിക്ക് എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്. എനിക്ക് അതിനകത്ത് വിഷമം, ഒരു അയ്യപ്പ ഭക്തയാണ്, അയ്യപ്പൻ്റെ നാട്ടിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് തന്നെയില്ല, എനിക്കൊരു വിഷമവും ഉണ്ടായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ആ പാട്ട് കേട്ടിട്ടുണ്ടായോ എന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും ഷെയറും ചെയ്യുക.